ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് ബലവും ഉറപ്പും നൽകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവിക വിടുതൽ അനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 55 അധ്യായം 9 ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെഴുത്തിൻ്റെ ഭാഗം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആഴവും ശക്തമായി ഇടപെടുന്ന കർത്താവിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു. മനുഷ്യരുടെ വഴികളെക്കുറിച്ച് ആ വാക്യം വെളിപ്പെടുത്തുന്നു. ഇന്ന് ദൈവിക ഇടപെടൽ ചില കുടുംബങ്ങളോട്, ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്നത് ദൈവത്തിൻ്റെ വഴികളിലെ പ്രത്യേകത, ദൈവത്തിൻ്റെ വഴി അത് നാം അറിഞ്ഞ് ദൈവത്തിൻ്റെ പാത അത് തിരഞ്ഞെടുത്ത് അപ്രകാരം വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കത്തക്ക നിലയിലുള്ള ദൈവികമായ അനുഭവങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ ആഴമായ വിശ്വാസവും സമർപ്പണവും ഉടലെടുക്കുന്ന ഉരുത്തിരിയ നിലവാരത്തിൽ ഹൃദയത്തെ ചായ്ക്കുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കണ്ടിരിക്കുന്ന വഴികൾ, അത് വചനം പറയുന്നു, എൻ്റെ വഴികളേക്കാൾ ഉന്നതമാ, ഉയർന്നിരിക്കുന്നതാ, ശ്രേഷ്ഠമാ. ദൈവത്തിൻ്റെ വൈതലേ, ഇന്ന് ഏതെങ്കിലും തലത്തിൽ മാനുഷികമായി സഞ്ചരിക്കുന്ന, മാനുഷികമായി തിരഞ്ഞെടുപ്പിലായിരിക്കുന്ന, മാനുഷികമായി വഴികൾ തിരഞ്ഞെടുത്തൊരു മേഖലയിലാണ് ഇന്നായിരിക്കുന്നെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിക്കുമ്പോൾ, നമ്മുടെ വിചാരങ്ങളെ സമർപ്പിക്കുമ്പോൾ നിശ്ചയ സ്വർഗം തുറക്കുന്ന മഹത്തായ ഒരു വഴിയുണ്ട്. തിരുവെഴുത്തിൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവം അവർക്ക് വേണ്ടി തുറന്ന വഴികളാണ് അവരെ ഉന്നതമാക്കിയത്. ദൈവം അവർക്ക് വേണ്ടി കരുതിയ വഴികളാണ് അവരെ മാനിക്കുവാൻ ഇടയായിത്തീർന്നത്. അവരുടെ കഴിവിനും പ്രാപ്തിക്കോ അവരുടെ യോഗ്യതയ്ക്കൊന്നുമല്ല. സ്വർഗത്തിൻ്റെ വഴികൾ ദൈവത്തിൻ്റെ ശക്തിക്കും ദൈവത്തിൻ്റെ പ്രാപ്തിക്കും അനുസൃതമായ ദൈവത്തിൻ്റെ വഴികളുടെ പ്രത്യേകത. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ദൈവം വിളിച്ചതെന്തിനാ? കർത്താവിൻ്റെ പ്രവർത്തി തലങ്ങൾ സ്വർഗം വെളിപ്പെടുത്തുക. മാനുഷിക വഴികളിൽ സഞ്ചരിച്ച് ജീവിതം കുടുങ്ങിപ്പോകാതെ, ജീവിതം തകർന്നു പോകാതെ, ജീവിതം നിരാശപ്പെട്ടു പോകാതെ പരിശുദ്ധാത്മാവ് ഇന്നാഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ഉന്നതമായ വഴികൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ വഴിയടഞ്ഞ ഒരു മേഖലയാണെങ്കിൽ എന്തുകൊണ്ട് വഴി തുറക്കുന്നില്ല? അങ്ങനൊരു ചോദ്യം ഇന്നും ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഹൃദയത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നൊരു സമയമാണെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലേ, അമാനുഷിക വഴി കർത്താവ് തുറക്കാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ഉന്നതമായ വഴിയുണ്ട്, ഉയർന്നിരിക്കുന്ന വഴിയുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ആഴമായി ഏറ്റെടുക്കട്ടെ. എനിക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന വഴി അത് മതി എന്ന് നിശ്ചയിക്കാൻ കഴിയുമോ? അത് പ്രാർത്ഥനയിലൂടെ തുറന്നു വരും, അത് വിശ്വാസത്തിലൂടെ തുറന്നു വരും. ഞാൻ സഞ്ചരിക്കേണ്ട പാത എൻ്റെ ദൈവത്തിൻ്റെ ഹിതത്തിനും ഇഷ്ടത്തിനും അനുസരണത്തിനും മാത്രമാ. അങ്ങനൊരു സമർപ്പണമാണോ നമ്മുടെ ജീവിതത്തിൽ? ഞാൻ ചെയ്യേണ്ട ഏത് കാര്യവും എൻ്റെ ദൈവം ഒരുക്കിയതും എൻ്റെ ദൈവം ക്രമീകരിക്കുന്നതും മതിയെന്ന് നിശ്ചയിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ദൂതുണ്ട്. അങ്ങനെ ജീവിതത്തെ സമർപ്പിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആലോചനയുണ്ട്. അത് ദൈവത്തിൻ്റെ വഴികളിൽ ദൈവം അവരെ എത്തിക്കും. ആ വഴിയിലെ നന്മകൾ, ആ വഴിയിലെ അനുഗ്രഹങ്ങൾ അത് ജീവിതത്തിൻ്റെ സമൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും കൊണ്ടുപോകുന്നതാ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഹൃദയത്തെ തൊട്ട് ദൂത് വെളിപ്പെടുത്തുക. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തുറക്കുന്നത് അത് ഉന്നതമാണ്.
അത് ശ്രേഷ്ഠമാ, ഉയർന്നിരിക്കുന്ന വഴികളാ എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി. എൻ്റെ കർത്താവിന് എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള പ്ലാൻ, ഉന്നതമായ വഴികൾ തുറന്നു തരുന്ന ദൈവം. ദൈവത്തിൻ്റെ വൈതിലെ ആ നിലവാരത്തിൽ ഹൃദയത്തെ സമർപ്പിക്കട്ടെ. വഴിയടഞ്ഞു, ഒരു വഴിയില്ല എന്ന് ഭാരപ്പെടുന്ന കുടുംബങ്ങളോടുള്ള ദൂതിത, ദൈവത്തിൻ്റെ ആലോചന ഇതാ, ദൈവത്തിൻ്റെ ശബ്ദം ഇതാ. ഉന്നതമായ വഴിയുണ്ട്, ദൈവത്തിൻ്റെ വഴിയുണ്ട്. അത് കാണാൻ പോവാം. അതിലൂടെ ദൈവം നടത്തുന്നു. ഈ ദിവസങ്ങളിൽ ആ വഴി കാണും. ഈ ദിവസങ്ങളിൽ ആ വഴിയിലൂടെ ദൈവം നടത്തും. അതിൻ്റെ മനോഹാരിത, അതിൻ്റെ വിശാലത, അതിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പൈതലേ, ജീവിതത്തെ വിശാലമാക്കുന്ന ദൈവപ്രവൃത്തിയുടെ തലങ്ങൾ ഇതാ ദൈവത്തിൻ്റെ വഴിയിലുണ്ട്, ദൈവത്തിൻ്റെ വഴികളിലുണ്ട്. അത് തന്നെ കാണാൻ പോവാം. അന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഹൃദയതലങ്ങളിൽ ആഴമായി ഏറ്റെടുക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ വഴികളിൽ എനിക്ക് നടന്നാൽ മതി. എൻ്റെ ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന് ആ നന്മകൾ പ്രാപിക്കുക, സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കുന്ന ജീവിതം കണ്ടുമേ കർത്താവിൻ്റെ കരം ചലിക്കും. ദൈവം അത്ഭുതം ചെയ്യും, ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം. കർത്താവിൻ്റെ വഴികളിൽ അതിലേ നടക്കുക, ആ മഹത്വം കാണുക, ആ ശ്രേഷ്ഠത അനുഭവിക്കുക. വിളിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണുന്ന ദിവസങ്ങളായി തീരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വഴികളിൽ നടന്ന് അനുഗ്രഹിക്കപ്പെടുക, വിശാലത പ്രാപിക്കുക, ആ ശ്രേഷ്ഠ മഹത്വം കാണുക. ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന നിലവാരത്തിൽ ഈ ദിവസങ്ങളിൽ കർത്താവെ വഴി അടഞ്ഞിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം കണ്ട, ദൈവം ഒരുക്കുന്ന ദൈവത്തിൻ്റെ വഴികൾ അത് തുറന്നു കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ആ പാതയിലൂടെ ദൈവം നടത്താൻ പോകുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.